ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ഒരു ടിപ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഇന്ന് പ്രായം കുറഞ്ഞവരിലും അതുപോലെ തന്നെ പ്രായം കൂടിയവരിലും ഉണ്ടാകുന്ന ഒരു വിഷമകാര്യം തന്നെയാണ് ബി പി കൂടുതൽ ഉള്ളവർ ആ ബി പിയെ കൺട്രോൾ ചെയ്ത് കുറച്ചെടുക്കുവാൻ വേണ്ടി ഇംഗ്ലീഷ് മരുന്നുകളും പലതരത്തിലുള്ള മരുന്നുകളൊക്കെ കഴിച്ചിട്ടും അതിൽ നിന്നും ഒരു ഫലവും കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ അധികമൊന്നും പറയാതെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന ബി പിയെ കൺട്രോൾ ചെയ്ത് എങ്ങനെ കുറച്ച് കൺട്രോൾ ചെയ്ത് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ചെറിയ ടിപ്സാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ബി പി എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ട് നടക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് എന്താണ് ഒരു ഒറ്റമൂലി, അത് എങ്ങനെയാണ് തയ്യാറാക്കി നമുക്ക് കഴിക്കേണ്ടത് എന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഫ്ലക്സീഡ് അഥവാ ചെറുചന വിത്ത് മലയാളത്തിൽ പറയും. ഇനി ഈ ഫ്ലക്സീഡ് എവിടെ വാങ്ങാൻ കിട്ടും, അത് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ കളർ എങ്ങനെയാണ് എന്ന് നോക്കാം. ഫ്ലക്സീഡ് നമ്മുടെ നാടുകളിലും അതുപോലെ തന്നെ മറ്റു പല ഷോപ്പിംഗ് മാളുകളിലൊക്കെ ധാരാളമായിട്ട് വാങ്ങാൻ ലഭ്യമാണ്. അതുപോലെ തന്നെ ആയുർവേദ കടകളിൽ, അതായത് അങ്ങാടി കടകളിലും വാങ്ങാൻ ലഭ്യമാണ്. ഇനി ഇത് ഇരിക്കുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ അരി പോലെയാണ്, ബ്രൗൺ കളറിലാണ് ഇത് ഇരിക്കുന്നത്. ഇനി നമ്മുടെ നാടുകളിൽ വാങ്ങാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആമസോൺ പോലുള്ള ഓൺലൈൻ ഷോപ്പുകളിലും ഫ്ലക്സീഡ് അഥവാ ചെറുചന വിത്ത് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന ബി പിയെ കൺട്രോൾ ചെയ്യാൻ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, എപ്പോഴാണ് കഴിക്കേണ്ടത്, എത്ര അളവാണ് കഴിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ശരീരത്തിലെ ബി പി കൺട്രോൾ ചെയ്ത് കുറച്ച് നിർത്തുവാൻ വേണ്ടി എന്നും രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ 1 സ്പൂൺ ഫ്ലക്സീഡ് പച്ചയ്ക്ക് ചവച്ചരച്ച് അങ്ങ് കഴിക്കുക. ഇത് 1 മാസം നിങ്ങൾ എല്ലാ ദിവസവും പച്ചയ്ക്ക് വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന ബി പിയെ കൺട്രോൾ ചെയ്ത് കുറച്ചെടുക്കാൻ സാധിക്കും. ഇനി ഈ ഫ്ലക്സീഡ് നിങ്ങൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ഫ്ലക്സീഡ് കഴിച്ച ഉടനെ തന്നെ വെള്ളമോ മറ്റ് പാനീയങ്ങളോ ചായയോ കുടിക്കാൻ പാടില്ല. ഫ്ലക്സീഡ് കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചായയോ മറ്റു പാനീയങ്ങളോ പലഹാരങ്ങളോ കഴിക്കാൻ പാടുള്ളൂ. ഫ്ലക്സീഡ് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ധാരാളമായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. ഫ്ലക്സീഡ് കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ധാരാളമായിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ടത്ര വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. ഫ്ലക്സീഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലക്സീഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളദാഹം ഒരുപാടായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫ്ലക്സീഡ് കഴിച്ച ഉടൻ തന്നെ വെള്ളം കുടിക്കാതെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം ആവശ്യത്തിന് ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു ഒറ്റമൂലി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന ബി പിയെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. 100% ഫലം തരുന്ന ഒരു ഒറ്റമൂലി തന്നെയാണ്. ഇനിയും നിങ്ങൾക്ക് ധാരാളമായിട്ട് ഈ ഫ്ലക്സീഡിനെ പറ്റിയുള്ള അറിവുകൾ വേണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള അങ്ങാടി കടകളിലും അതുപോലെ തന്നെ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലക്സീഡിനെ പറ്റിയുള്ള ഒരുപാട് അറിവുകളും, അതായത് ഫ്ലക്സീഡ് കഴിച്ചു കഴിഞ്ഞാൽ ബി പി കുറയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർമാരോടും ആയുർവേദ ഡോക്ടറോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുകയും ചെയ്യും. ഫ്ലക്സീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും ഗുണമേറിയ ഒരു ഒറ്റമൂലി തന്നെയാണ് ഫ്ലക്സീഡ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സ് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഫലം തരുന്ന ഒരു ഒറ്റമൂലി തന്നെയാണ് ഫ്ലക്സീഡ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുവാൻ വേണ്ടി ബെൽ എന്ന ഐക്കണും ഓപ്പണാക്കി ഇടാൻ മറക്കരുത്.